അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി ചരിത്രത്തിലെ പാർട്ട് 1 ഒന്നാം വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ തുടങ്ങാൻ ഒരു ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അസ്സലാമു അലൈക്കും. നമ്മൾ ക്ലാസ്സിലേക്ക് തുടങ്ങാൻ പോണ്. നമ്മൾ ഓതിയ ഫാത്തിഹ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സന്മാർഗ പ്രവാചകരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വലിൽ വെളിവാക്കിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ആ പുണ്യമേനയുടെ പ്രകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിക്കുകയും തങ്ങൾക്ക് മുഹമ്മദ് എന്ന് നാമം നൽകുകയും ചെയ്തിരുന്നു. അള്ളാഹു അവൻ്റെ മുൻ ഉദ്ദേശാനുസൃതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ത്യയുഗത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല മറ്റാരും അണിഞ്ഞിട്ടില്ലാത്ത വസ്ത്രങ്ങൾ നബിക്ക് ധരിപ്പിക്കുകയും ചെയ്തു. തന്മൂലം ജ്യോതിർഗോള നക്ഷത്രങ്ങളെ ലജ്ജിപ്പിക്കുന്ന മുഖത്തോടുകൂടി അവിടുന്ന് പ്രസവിക്കപ്പെടുകയുണ്ടായി. അറിയുക, ആരാണ് നബി എന്നറിയാമോ? ആ പുണ്യപ്രവാചകരെ കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗവാസ സന്ദർഭത്തിൽ തവസ്സൽ ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാകാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ആദം നബി അലൈഹിസ്സലാം അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നബി അലൈഹിസ്സലാം സഹായം വർദ്ധിച്ചിട്ടുണ്ട്. തന്മൂലം അവിടുന്ന് അഖില വിപത്തുകളിൽ നിന്നും മോചനം നേടുകയുമുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നിയിലിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭ അവിടുത്തെ മുതുകിലുണ്ടായിരുന്നു. തിന്നിമിത്തം അതിൻ്റെ തീജ്വാല പൊലിഞ്ഞടങ്ങുന്നതിനായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭം വഹിച്ച സന്ദർഭത്തിൽ അവിടുത്തെ മാതാവ് ആമിന നബി അലൈഹിസ്സലാം വാനലോകത്തുള്ള മലായിക സമൂഹങ്ങളെ കൂട്ടം കൂട്ടമായി കണ്ടിരുന്നു. അവർ ബീവിയോട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: വിജയം സന്മാർഗ സൂര്യനെ പ്രസവിച്ചാൽ മുഹമ്മദ് എന്ന് പേര് നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നു കിട്ടിയിരിക്കുന്നു. മാത്രമല്ല അവിടുന്ന് നിങ്ങൾ സന്മാർഗികളായി തീരാൻ അത്യധികം ആഗ്രഹമുള്ളവരും മിനിങ്ങളോട് വളരെ അലിവുള്ളവരും കൃപയുള്ളവരുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രകാശമായിരുന്നു. ആ പ്രഭ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിയിരുന്നു. ആ പ്രകീർത്തനം മാതൃകയാക്കിക്കൊണ്ട് മലക്കുകളും തസ്ബീഹ് ചൊല്ലിയിരുന്നു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രകാശത്തെ അവരുടെ ആദമിനെ പടക്കാൻ ഉപയോഗിച്ച കളിമണ്ണിൽ നിന്ന് പിന്നീട് കണ്ണിമണ്ണിൽ ചേർത്ത് പിന്നീട് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലൂടെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുകയുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിലായിരുന്നപ്പോൾ അവരുടെ മുതുകിലും എന്നെ ഹാജരാക്കിയിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലിടപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ മുതുകിലും ഉണ്ടായിരുന്നു. വിശിഷ്ടവും മഹത്വവുമായ മുതുകുകളിലൂടെ പരിശുദ്ധവും പരിഭാവനവുമായ ഗർഭപാത്രങ്ങളിലേക്ക് എന്നെ എൻ്റെ നാഥൻ നീക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ മാതാപിതാക്കളിലൂടെ എന്നെ അള്ളാഹു ജനിപ്പിക്കുകയും ചെയ്തു. അവരിരുവരെയും മോശത്വം ബാധിച്ചിട്ടേയില്ല. ഒന്നാം പാർട്ട് ഇതോടെ അവസാനിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ
صل على محمد يا رب صل عليه وسلم. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ തരുന്ന പ്രചോദനം ഞങ്ങൾക്ക് സബ്സ്ക്രൈബാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. രണ്ടാം പാർട്ടിൽ പിന്നീട് കാണാം.